കേസ് PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിൽ പ്രതിഷേധവുമായി കൂടുതൽ തീവ്ര വർഗീയ സംഘടനകൾ രംഗത്ത്. വീടുകൾ കയറി നുണപ്രചരണങ്ങൾ നടത്താനും വാഹനങ്ങളിൽ പ്രചരണ ജാഥ നടത്താനുമാണ് പുതിയ നീക്കം. പദ്ധതി നടപ്പിലാക്കരുതെന്ന ഭീഷണിയാണ് മതവർഗീയ സംഘടന SDPI നടത്തിയ മുന്നറിയിപ്പ്. ആദ്യം ഒരു നിർണായക പ്രതികരണമുണ്ട്, അതിനുശേഷം വിവരങ്ങൾ നൽകാൻ അരുൺ കൊടുങ്ങൂർ ചേരും. PM ശ്രീ പദ്ധതി ഉപേക്ഷിക്കുക, അതിൽ നിന്ന് UDF സർക്കാർ പിൻവാങ്ങുക. ഈ 15-ാം തീയതി മുതൽ ഒരു മാസ കാലയളവിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തുടക്കം കുറിക്കുകയാണ്. അരുൺ കൊടുങ്ങൂരുണ്ട് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ. അരുണെ, SDPIക്ക് എന്താണ് PM ശ്രീയിൽ കാര്യം? ഇത്തരത്തിൽ വളരെ പുരോഗമനമായ ഒരു സമൂഹത്തിന് ആവശ്യമായ ഒരു പദ്ധതിയാണ് PM ശ്രീ. പക്ഷേ അതിൽ പിന്നോട്ട് വലിക്കുന്ന സമീപനം ജമാഅത്തെ ഇസ്ലാമി ആയിക്കോട്ടെ, മുസ്ലിം ലീഗ് ആയിക്കോട്ടെ, പല സംഘടനകളും എടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ SDPI ഈ വിഷയത്തിൽ വലിയ രീതിയിൽ ഒരു കുപ്രചരണത്തിന് തയ്യാറാക്കുക. എന്താണ് SDPIയുടെ ലക്ഷ്യം? ഇതിനൊക്കെ സംസ്ഥാന സർക്കാർ കുട പിടിക്കുന്നുണ്ടോ? എന്താണ് വിവരം? തീർച്ചയായും PM ശ്രീ പദ്ധതി നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ PM ശ്രീ പദ്ധതി വഴി സംസ്ഥാനത്തിനുണ്ടാകുന്ന നേട്ടങ്ങൾ, സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്കുണ്ടാകുന്ന നേട്ടങ്ങൾ, വിദ്യാഭ്യാസ നിലവാരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അടിസ്ഥാന സൗകര്യത്തിലുണ്ടാകുന്ന വലിയ വികസനങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ തന്നെ കേരള സമൂഹം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വിശദമായി ചർച്ച ചെയ്ത്, അതുകൊണ്ട് തന്നെയാണ് ഇടത് വലത് മുന്നണികൾ ഈ പദ്ധതിയെ ആദ്യം എതിർത്തെങ്കിലും അത് നടപ്പാക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇവർ രണ്ടുപേരും മുന്നോട്ട് പോകാനുള്ള കാരണം കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത ആ ഒരു വലിയ പദ്ധതി മറ്റ് സംസ്ഥാനങ്ങളിലെ മാതൃകയാക്കുന്ന രീതിയിലേക്ക് ഒരു വലിയ പദ്ധതി തന്നെയാണ്. മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ PM ശ്രീ പദ്ധതിയിലൂടെ നടപ്പാക്കുന്നത്. പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കാലങ്ങളായി വരേണ്ടിയിരുന്ന ഒരു മാറ്റം അത് ഈ PM ശ്രീ പദ്ധതിയിലൂടെ ഉണ്ടാകുമെന്നുള്ളൊരു വലിയ അറിവ്, തിരിച്ചറിവ് അത് തന്നെയാണ് ഈ പൊതുസമൂഹത്തിന് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ രണ്ട് മുന്നണികൾക്കും ഈ ആദ്യം എടുത്ത നിലപാടിൽ നിന്ന് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഈ പദ്ധതി അനുകൂലിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിയിരുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ SDPI കൂടി അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് ഒരു കാരണവശാലും നടപ്പാക്കരുതെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഈ കേരളത്തിലേക്ക് ഈ പദ്ധതി വന്നാൽ അത് വലിയ രീതിയിലുള്ള വിപത്തുകൾ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ വിപത്തുകൾ എന്തെന്ന് അവർ കൃത്യമായി പറയുന്നില്ല. അതോടൊപ്പം തന്നെ വീട് കയറി ഇറങ്ങിയുള്ള പ്രചരണം, ആ പ്രചരണത്തിലേക്കാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ വാഹന പ്രചരണ ജാഥ, ഈ രണ്ട് പ്രധാന മാർഗങ്ങളിലൂടെ ഈ പദ്ധതിയെ എതിർക്കുമെന്നാണ് SDPIയുടെ നേതൃത്വത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനും ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെയും ഇത്തരത്തിൽ സമാനമായ ചിന്താഗതിയുള്ള സംഘടനകളൊക്കെ തന്നെ PM ശ്രീ പദ്ധതിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. PM ശ്രീ പദ്ധതി ഒരു കാരണവശാലും നടപ്പാക്കരുതെന്നായിരുന്നു ഇവരുടെയൊക്കെ തന്നെ ആവശ്യം. ഏറ്റവും ഒടുവിൽ SDPI കൂടി ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തായാലും കേരളത്തെ സംബന്ധിച്ചോളം ഈ പദ്ധതിയെ അവർ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു. കാരണം അത്ര സമഗ്രമായ രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ വലിയ രീതിയിലേക്ക് മാറ്റമുണ്ടാക്കുന്ന, കാലങ്ങളായി ഉണ്ടാകുന്ന ആ ജീർണാവസ്ഥയ്ക്ക് അത് കൃത്യമായി തന്നെ മാറുന്നു. പ്രത്യേകിച്ച് കെട്ടിടങ്ങളിലൊക്കെ അവസ്ഥയിൽ ഭൗതിക സൗകര്യങ്ങൾ ഒക്കെ തന്നെ മാറ്റുന്ന രീതിയിലേക്കുള്ള ഒരു വലിയ പദ്ധതിയാണ് PM ശ്രീ. സമഗ്രമായി തന്നെ ഒരു പദ്ധതിയായി തന്നെ PM ശ്രീ മാറുന്നു. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുമായി കേരള സർക്കാർ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഈ പദ്ധതി ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കേരള സർക്കാരിനാകുന്നില്ല. അത് പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതിഷേധങ്ങൾ, അതോടൊപ്പം തന്നെ ABVP അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഇതിനെ കൃത്യമായി തന്നെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. എന്തായാലും PM ശ്രീ പദ്ധതിയായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇവിടെ കോഴിക്കോട് ഒരു വാർത്താ സമ്മേളനം നടത്തി SDPIയുടെ ഈ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അശ്വതി.